മുഹമ്മദ് അലിന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയില് കോട്ടക്കലിനടുത്ത് തെന്നല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. പിന്നെ ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് 16 വർഷം കഴിഞ്ഞു. ഞാനൊരു ലബോറട്ടറിയുടെ മെക്കാനിക്കൽ സെക്ഷന്റെ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കൂടി ഞാൻ 2 ദിവസം മുമ്പ് ഒരു സംഭവിച്ചു പോയി. വെളുപ്പിന് ഒരു 4 മണി സമയത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഭൂരിപക്ഷ ആൾക്കാരും എല്ലാവരും ഉറക്കത്തിലായിരുന്നു. കുറച്ച് പേര് നൈറ്റ് ഡ്യൂട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഉറക്കത്തില് ഞാനും സാധാരണ രാവിലെ എണീക്കുന്ന വ്യക്തിയാണ്. ഞാനിപ്പോ പിന്നെ ഡോറ് തുറന്ന് ബാൽക്കണിയിലോട്ടാണ് നോക്കി. അപ്പൊ അവിടെ നല്ല പുക വരുന്നുണ്ട്. പിന്നെ നമ്മൾ കോറിഡോറിലോട്ട് വന്നു. കോറിഡോറിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ പുകയാണ്. തിരിച്ച് റൂമിലോട്ട് തന്നെ കയറി ഡോറ് ലോക്ക് ചെയ്ത് അപ്പുറത്തെ കൂടെയുള്ള ആളുകളെ വിളിച്ച് 2 റൂമിലുള്ള ആളുകളെ വിളിച്ചിട്ട് തൊട്ടടുത്ത റൂമിലെ ബാൽക്കണിയിലോട്ട് നമ്മൾ വന്ന്. അപ്പൊ താഴേന്നും ഇതേ കണ്ടീഷനിൽ പുക വരും. നമ്മൾ 2 സൈഡിലും ബാക്ക് സൈഡിലും പുക ഫ്രണ്ടിലും പുക എന്നൊരു കണ്ടീഷൻ വന്നിട്ട് ലോക്കാവും എന്നുണ്ടപ്പോൾ ഉടനെ ഫോൺ എടുത്ത് നമ്മൾ 112 ട്രൈ ചെയ്തു. നമ്മുടെ സൂപ്പർവൈസർമാരെ 2 പേരുണ്ടായിരുന്നു, അവരെ ട്രൈ ചെയ്തു. 112 അപ്പോഴേക്കും ഫയറിന്റെ ആംബുലൻസും താഴെ എത്തിയിട്ടുണ്ട്. പക്ഷെ പുക മുകളിലോട്ട് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ നമ്മൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ബാൽക്കണിയിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ബാൽക്കണിയിലോട്ട് നമ്മൾ ഷിഫ്റ്റാണ് ചെയ്തത്. ചാടിയിട്ടും കേബിളിന്റെ വയർ പിടിച്ചിട്ടുമാണ് നമ്മൾ ഷിഫ്റ്റായത്. ആ ഷിഫ്റ്റായ സമയത്ത് അവിടെ ഒരു 2 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി. കുഴപ്പമില്ലായിരുന്നു, ഇവിടെ നിൽക്കാൻ സർവൈവ് ചെയ്യാമെന്നുള്ളൊരു ചിന്ത വരുമ്പോഴേക്കും വീണ്ടും പോകാൻ മുകളിലോട്ട് അടിച്ചു കയറാനുണ്ടായിരുന്നു. ആ സമയത്ത് അതേ കേബിളിൽ തന്നെ പിടിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങാണ് ഉണ്ടായത്. അപ്പോൾ ഇറങ്ങുന്ന വഴിയിൽ ഞാൻ 3rd ഫ്ലോറിലാണ്. അപ്പോൾ 3rd ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോറിൽ ബാൽക്കണിയിലോട്ട് ആദ്യം ഷിഫ്റ്റ് ആവാം, അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരാന്നുള്ള കണ്ടീഷനിലായിരുന്നു. പക്ഷെ ആ വീടിനിടയിൽ എന്റെ കയ്യിൽ നിന്ന് കേബിൾ മിസ്സായി. ഞാൻ താഴോട്ട് വരികയാണ്, വീഴാനുണ്ടായിരുന്നു. വീണത് സൈഡിൽ നമ്മൾ കാർ പാർക്കിങ്ങും കാർ ഷെഡൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഷെഡുണ്ട്, കിർബി ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഷെഡ്. ആ ഷെഡിന്റെ മുകളിലോട്ടാണ് വീണത്. അവിടെ നിന്ന് തൊട്ടടുത്ത കമ്പനിയുടെ കോമ്പൗണ്ടിലോട്ട് ചാടാനുണ്ടായിരുന്നു. എന്റെ പുറകെ വന്ന 2 പേർക്കും അതുപോലെ കയ്യിന് ക്രാക്കുണ്ട്, പിന്നെ ബാക്ക് സൈഡിൽ പൊള്ളലേറ്റിട്ടുണ്ട്, അതുപോലെ കയ്യിന്റെ തോളിലും പൊള്ളലേറ്റിട്ടുണ്ട്. പിന്നെ നമ്മള് താഴെ വന്ന് അപ്പോഴേക്കും ആംബുലൻസും ഫയർഫോഴ്സും എല്ലാവരും എസ്ക്യൂട്ടീവും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയുടെ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ് ഹാൻഡ്ലിങ് ചെയ്തിരുന്ന റെസ്ക്യൂ ടീം ആയതുകൊണ്ട് നമ്മൾക്കാർക്കും വേറെ കൂടുതലുള്ളവർക്കാർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പിന്നീടാണ് നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഹോസ്പിറ്റൽ ജാബർ മുബാറക് കബീർ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ എത്തിച്ചത്. അവിടെ നിന്ന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടി. നേരത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന്